ഹലോ എവരി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്. ടെസ്റ്റ് പ്രൊസീജിയർ ടു ബി അഡാപ്റ്റഡ് ടു ടെസ്റ്റ് ദ സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് പ്രൊസീജിയർ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ്, സെറ്റപ്പ് എ നൾ ഹൈപ്പോത്തിസിസ് ദാറ്റ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാൻ സാമ്പിൾ പോപ്പുലേഷൻ മീനും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഒരു സിഗ്നിഫിക്കൻസും ഇല്ല എന്ന് നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാം. സെക്കൻഡ്, ഡിസൈഡ് ദ ടെസ്റ്റ് ക്രൈറ്റീരിയ T or Z when sample is large or standard deviation of population is known. Apply Z test, otherwise use T test. T അല്ലെങ്കിൽ Z അതിലേതെങ്കിലും ടെസ്റ്റ് ക്രൈറ്റീരിയ ഡിസൈഡ് ചെയ്യണം. സാമ്പിൾ ലാർജ് അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയണമെങ്കിൽ അപ്ലൈ Z ടെസ്റ്റ് അല്ലെങ്കിൽ T ടെസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. തേർഡ് പോയിന്റ്, കാൽക്കുലേറ്റ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് അപ്ലൈയിങ് ദ ഫോളോയിങ് ഫോർമുല. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഫോർമുല എന്താണെന്ന് വിചാരിച്ചാൽ X-μ/SC. പിന്നെ പറയണത് SC = σ√σ/N. ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയണമെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കാം. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയില്ലെങ്കിൽ സാമ്പിൾ സൈസ് ലാർജ് ആണെങ്കിൽ SC = S/√N. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയില്ലെങ്കിലും സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിലും SC = S/√N- ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പറയുന്നത് ഫോർത്ത് പോയിന്റ്, ഡിസൈഡ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അറ്റ് 5% or 1% ലെവൽ ഓഫ് ദ സിഗ്നിഫിക്കൻസ് ആൻഡ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് N-1 ഫോർ സ്മോൾ സാമ്പിൾസ് ആൻഡ് ഇൻഫിനിറ്റി ഫോർ ലാർജ് സാമ്പിൾസ്. ഇത് പറയുന്നത് 5%ലും 1%ലും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഡിസൈഡ് ചെയ്യാം. ഡിഗ്രി ഓഫ് ഫ്രീഡം ഡിസൈഡ് ചെയ്യണം. ലാർജ് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെങ്കിൽ ഇൻഫിനിറ്റി, ചെറിയ ഫ്രീഡം ആണെങ്കിൽ N-1 ആണെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ ടേബിൾ വാല്യൂ. ഫിഫ്ത്ത് പോയിന്റ്. സിക്സ്ത് പോയിന്റ് പറയുന്നത് മേക്ക് എ ഡിസിഷൻ എയ്തർ ടു അക്സെപ്റ്റ് or reject the null hypothesis if the calculate value of Z or T is numerical less than the table value. It falls in acceptance region, so we can accept the null hypothesis, otherwise we can reject. Null hypothesis accept ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനോ എന്ന് തീരുമാനിക്കുക. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെഡിൻ്റെയോ അതോ ടിയുടെയോ കാൽക്കുലേറ്റ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ ന്യൂമെറിക്കലി കുറവ് ആണെങ്കിൽ അത് അക്സെപ്റ്റൻസ് റീജിയനിൽ ആണ്. അപ്പോൾ നൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിജക്റ്റ് ആണെന്നാണ് ആ സിക്സ്ത് പോയിന്റിൽ നമ്മൾ പറയുന്നത്. അടുത്ത ടോപ്പിക്ക്, കമ്പാരിസൺ ഓഫ് ടു മീൻസ്. ഇറ്റ് ഫ്രീക്വൻലി ഹാപ്പൻസ് ദാറ്റ് സാമ്പിൾസ് ആർ ഫ്രം ടു ഡിഫറെൻറ്റ് സോഴ്സ് ആൻഡ് ഇറ്റ് ഈസ് റിക്വയർഡ് ടു നോ വെദർ ദർ ഈസ് എനി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ ദയർ മീൻസ്. വി ഓൾസോ വാണ്ട് ടു നോ വെൻ ദ ഡിഫറൻസ് ഈസ് ഡ്യൂ ടു ചാൻസ് വെദർ ദ സാമ്പിൾസ് ബിലോങ് ടു ദ സെയിം പോപ്പുലേഷൻ. Hence, the problem is to test the equality of the population and to test the significance of difference between two independent samples. ഇത് എപ്പോഴാണ് സംഭവിക്കുകയെന്ന് വിചാരിച്ചാൽ സാമ്പിൾസ് ടു ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് ആവണം. മീൻസ് തമ്മിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ഉണ്ടോയെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ചാൻസ് കാരണം ആണോ വ്യത്യാസം, അതോ സാമ്പിൾ പോപ്പുലേഷനിലാണോ സാമ്പിൾസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടും പ്രോബ്ലം പറയുന്നത്. ഫസ്റ്റ്, പോപ്പുലേഷൻ്റെ ഈക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ടു ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും ആണ്. പിന്നെ ഫിക്സ് നൾ ഹൈപ്പോത്തിസിസ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ഇത്. ഈ രണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫിക്സ് നൾ ഹൈപ്പോത്തിസിസ്.
നൾ ഹൈപ്പോത്തിസിസ് ഫിക്സ് ചെയ്യുക. ഒന്ന്, ദ പോപ്പുലേഷൻ മീൻസ് ആർ ഈക്വൽ, ദാറ്റ് ഈസ് μ1 മൈനസ് μ2. പോപ്പുലേഷൻ മീൻസ് ഈക്വൽ ആണ്, അത് μ1 മൈനസ് μ2 വഴി നമുക്ക് കണ്ടെത്താവുന്നതാണ്. സെക്കൻഡ് പോയിന്റ്, ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾ മീൻസ് ദ ഡിഫറൻസ് ഈസ് ഡ്യൂ ടു ഫ്ലക്ച്വേഷൻ ഓഫ് സാമ്പിളിംഗ്. ഇൻ അതർ വേർഡ്സ്, ദ സാമ്പിൾസ് ആർ ഡോൺ ഫ്രം ദ സെയിം പോപ്പുലേഷൻ. സാമ്പിൾ മീൻസ് തമ്മിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല. ഡിഫറൻസിന് കാരണം സാമ്പിളിങ്ങിലുള്ള ഫ്ലക്ച്വേഷന് മറ്റൊരു തരത്തിൽ അല്ലെങ്കിൽ സാമ്പിൾസ് സെയിം പോപ്പുലേഷനിൽ നിന്ന് ആണെങ്കിലാണെന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഡിഫറൻസ്. സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു x1 bar minus x2 bar is equal to root of sigma 1 square by n1 plus sigma 2 square by n by 2. SC is equal to x1 bar minus x2 bar is the standard error of the difference, and S bar 1 and x bar 2 are the standard error of the sampling distribution of means. N1 is equal to number of observation in sample. Third പറയുന്നത് ഡിസിഷൻ വിത്ത് റിഗാർഡ്സ് ടു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അതിൽ Z is equal to x1 bar minus x2 bar by SC is equal to x1 bar minus x2 bar by root of sigma 1 square by n1 plus sigma 2 square by n2. If sigma 1 square and sigma 2 square are unknown, then their estimates provided by the corresponding samples. Sample variance സിഗ്മ 1 സ്ക്വയറും സിഗ്മ 2 സ്ക്വയറിലും നൽകുന്ന എസ്റ്റിമേറ്റ്സ് ആണ് ഉപയോഗിക്കുക ഈ കേസിൽ. Z is equal to x1 bar minus x2 bar by SC is equal to x1 bar minus x2 bar by root S1 square by n1 plus S2 square by n2. അടുത്തത്, when the sample size are small, use t-test. Under this case, the assumption is that is population variance are equal but unknown the test statistic under H0 is. ഈ കേസിൽ അസംഷൻ എന്താണെന്നാൽ പോപ്പുലേഷൻ വേരിയൻസ് ഈക്വൽ ആണ്, പക്ഷേ അൺനോൺ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് അണ്ടർ H0 അപ്പോൾ അതിൻ്റെ ഫോർമുല എന്താണ്? x1 bar minus x2 bar by root of S2 into 1 by n1 plus 1 by n2. Degree of freedom n1 plus n2 minus 2. The computed value of t with the tabulated value of t for n1 plus n2 minus 2. Degree of freedom. The desired level of significance is usually 1% or 5%. We reject or accept null hypothesis. Decision എടുക്കുക എന്നാണ് ഇതിൻ്റെ മീനിങ്. n1 plus n2 minus 2. Degree of freedom അതിന് ടാബുലേറ്റഡ് വാല്യൂ ഓഫ് ടിയുമായിട്ട് കമ്പ്യൂട്ടഡ് വാല്യൂ ഓഫ് ടി കമ്പയർ ചെയ്യുക. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ് 1% അല്ലെങ്കിൽ 5% ആണെങ്കിൽ നമുക്ക് നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക എന്നാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്.